എന്താ ഒരു ഡിസ്ട്രാക്ഷൻ കണ്ടു, ഒരു ഡിസ്ക്രിപ്പൻസി കണ്ടു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ eventually Einstein developed the general theory of relativity, the geometric theory of gravitation in 1915, and it explained the orbit of Mercury and all other known observations dealing with the gravitations. 1915 ഐൻസ്റ്റൈനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരും കേട്ടിട്ടിരിക്കണം, കാരണം ഐൻസ്റ്റൈൻ അത്ര മഹാനാണ്. ഐൻസ്റ്റൈൻ്റെ 1915 ജനറൽ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതിലുള്ള ഒരു വകഭേദമാണ് ഈ ജിയോമെട്രിക് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ എന്നുള്ളത്. ആ തിയറിയാണ് ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ ഡിസ്പ്രൂവ് ചെയ്തത്. ആ തിയറിയെ കൂടി ആക്ച്വലി സ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടതാണ്, എന്തോ പഠിപ്പിക്കുന്നില്ല. ഇതാണ് സംഗതി. എന്താണ് ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു വലിയ തുണി എടുക്കുക. ആ തുണിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഒരു വലിയ തുണി എടുത്ത് 4 മൂലയ്ക്ക് 4 പേര് പിടിക്കുക. അത് ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു വലിയ ഭാരമുള്ള ഒരു ബേസ് ബോൾ അല്ലെങ്കിൽ ഒരു ഭാരമുള്ള ഒരു ഗ്ലോബ് പോലുള്ള എന്തെങ്കിലും ഒരെണ്ണം ആ തുണിയുടെ ഒരു ഭാഗത്ത് വെക്കുക. എന്ത് സംഭവിക്കും? അതിന്റെ ആ തുണിയുടെ നടുവിലത്തെ ഭാഗത്തേക്ക് അതങ്ങ് പോകും അല്ലേ? എന്നിട്ട് ഇതുപോലെ സാഗ് ചെയ്ത് നിൽക്കും. ശരിയല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ സ്പേസിൽ എല്ലാ പ്ലാനറ്റ്സിനും എല്ലാ സ്റ്റാർസിനും സംഭവിക്കുന്നത്. സ്പേസ് എന്ന് പറയുന്നത് ഈ തുണി പോലെ കൗഡാണ്. കർവ് അല്ലെ? കർവ്. ഈ സ്പേസ് എന്ന് പറയുന്നത് കർവ്ഡ് സ്പേസ് ആണ്. ആ കർവ്ഡ് ഇനിയിപ്പോ നോക്കുക, ഇതിങ്ങനെ ഇരിക്കുന്നു. ഈ ഇരിക്കുന്ന ബേസ്ബോൾ എന്ന് പറയുന്ന ആ വലിയ ഭാരമുള്ള സാധനം ഒരു പ്ലാനറ്റ് ആണെന്ന് കരുതുക. നമ്മൾ ഇനി ഒരു ചെറിയ വട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ റൗണ്ട് ഒബ്ജക്റ്റ് എടുത്തു ഈ തുണിയുടെ ഒരു ഭാഗത്ത് വെക്കുക. എന്ത് പറ്റും? നേരെ ആ നടുവിലുള്ള ഒബ്ജക്റ്റിലേക്ക് അതങ്ങ് നീങ്ങിപ്പോകും. അതാണ് ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് നമ്മൾ പറയുന്നത്. അതായത് സ്പേസ് കർവ് ഉള്ളത് കൊണ്ട് എല്ലാ ഒബ്ജക്ട്സും അതിലേക്ക് വന്നിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ ഇങ്ങനെയുള്ള ആ ഒരു പുൾ ഉള്ളത് കൊണ്ട് നമുക്ക് അത് അതേപടി നിൽക്കുന്നതായിട്ട് തോന്നും. ആ സ്പേസിന്റെ കർവേച്ചറാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് കാരണം എന്നുള്ളതായിരുന്നു 1915 ഐൻസ്റ്റൈൻ സ്ഥാപിച്ചെടുത്തത്. അത് നമ്മുടെ ന്യൂട്ടന്റെ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്തു. ഇപ്പൊ മനസ്സിലായോ എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത്? ഈ ഉദാഹരണം നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു വലിയ തുണി 4 ഭാഗത്തേക്ക് വലിച്ചു പിടിക്കുക. ഒരു വലിയ ഒബ്ജക്റ്റ്, ഒരു വലിയ ബേസ്ബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ നല്ല ഭാരമുള്ളത് എടുത്താൽ അതേ വെക്കുക. അത് നേരെ മറ്റു ഭാഗത്തോട്ട് ഉരുണ്ടു പോകും. അവിടെ ഒരു സാഗ് ഉണ്ടാകും. അതിങ്ങനെ കർവ്ഡായിട്ടിരിക്കും. ആ കർവേച്ചറാണ് സ്പേസിന്റെ കർവേച്ചർ. ഐൻസ്റ്റൈന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു സ്പേസ് ഈസ് കർവ്ഡ്, അതായത് കർവേച്ചർ ഓഫ് ദ സ്പേസ്. ആ കർവേച്ചർ ഓഫ് ദ സ്പേസ് ഉള്ളത് കൊണ്ടാണ് മെർക്കുറിയിൽ നിന്നുള്ള വെളിച്ചം ഈ വെറിയറിന്റെ ടെലിസ്കോപ്പിൽ എത്തിയപ്പോൾ ഒരു ഡിസ്ക്രിപ്പൻസി കണ്ടെത്തും. ആ സ്പേസിന്റെ കർവേച്ചർ കാരണമാണ്. അങ്ങനെ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ തിയറി ഫാൽസിഫൈഡ്. അപ്പോ ആ ഇൻഡക്ഷൻ മെത്തേഡ്, ന്യൂട്ടന്റെ തിയറി ആ ഫാൽസിഫിക്കേഷൻ പ്രോസസ്സിനെ സാധൂകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് സയന്റിഫിക് തിയറി മസ്റ്റ് ബി ടെസ്റ്റബിൾ, ഫാൽസിഫൈഡ്. അത് മാത്രമേ സയന്റിഫിക് തിയറി ആകൂ. ടെസ്റ്റബിൾ ആയിരിക്കണം. ഇവിടെ നമ്മൾ ഫാൽസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഐൻസ്റ്റൈന്റെ തിയറിയും ഫാൽസിഫൈ ചെയ്യാം അല്ലേ? അതേക്കുറിച്ച് ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. During the long period of time when scientists were making observations that seemed to validate Newton's theory, they did not, in fact, prove his theory to be true. അതാണ് പ്രധാനം. ആരും ഇത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി എന്താ സംഭവിക്കേണ്ടിയിരുന്നത്? ആരെങ്കിലും ഒരാളൊന്ന് ഫാൽസിഫൈ ചെയ്താൽ മതിയായിരുന്നു, അത് തീർന്നു. It only took one counter example, Mercury's orbit, to prove that
there was something wrong with his theory. This is typical of inductive logic. All of the observations that seem to validate the theory do not prove its truth. Einstein പറയുന്നു, no amount of experimentation can ever prove me right. A single experiment can prove me wrong. എത്രമാത്രം എക്സ്പെരിമെന്റ്സ് എടുത്താലും എന്റെ തിയറി പ്രൂവ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. പക്ഷേ ഒരൊറ്റ എക്സ്പെരിമെന്റ് മതി എന്റെ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്യാൻ എന്ന് ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, ഐൻസ്റ്റൈന്റെ തിയറിയെ പിൽക്കാലത്ത് ആരെങ്കിലും ഡിസ്പ്രൂവ് ചെയ്യാം. അതുകൊണ്ടാണ് ആ തിയറി സയന്റിഫിക് തിയറി ആകുന്നത്. ഇറ്റ് ഈസ് falsified. One time it can be falsified. All of the observations that seem to validate the theory do not prove the truth. I told you that. But one counter example can prove it false. That means that deductive logic is used in the evaluation of a theory. That is, if A implies B, then not B implies not A. അതാണ് ആ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എയിൽ ബി ഉണ്ടെങ്കിൽ നോട്ട് എയിൽ നോട്ട് ബി ഇംപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ലോജിക്കാണ്, മാത്തമാറ്റിക്കൽ ലോജിക്കാണ്. അതാണ് നമ്മളിവിടെ ഡിഡക്ഷൻ ആയിട്ട് എടുക്കുന്നത്. അതായത് നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അത് ഒരു തിയറി അല്ലാതാവുന്നു. അതുകൊണ്ട് ഫാൽസിഫിക്കേഷൻ എന്നുള്ള സ്റ്റെപ്പാണ് ഏത് സയന്റിഫിക് തിയറിയെയും സയന്റിഫിക് ആക്കുന്നു. അല്ലെങ്കിൽ എല്ലാ തിയറിയെയും സയന്റിഫിക് ആണോ സ്യൂഡോ സയന്റിഫിക് ആണോ എന്ന് വേർതിരിക്കേണ്ടത് ഈ ഫാൽസിഫിക്കേഷൻ പ്രോസസ്സാണ്. Einstein's theory of general relativity has been supported by many observations using the best scientific instruments and experiments. However, his theory now has the same status as Newton's theory of gravitation prior to seeing the problem in the orbit of Earth. ഐൻസ്റ്റൈൻ്റെ തിയറിയും ഇപ്പോൾ ഇങ്ങനെ ഫാൾസിഫയബിൾ ആയിട്ട് നിലനിൽക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് ആ തിയറി ഒരു പക്ഷേ ആരെങ്കിലും ഫാൾസിഫൈ ചെയ്യാം. അതുവരെ ഇതാണ് തിയറി എന്ന് നമ്മൾ പറയും. ഇപ്പോ ഫാൾസിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സിന്റെ ചെറിയൊരു ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയല്ലോ അല്ലേ? അല്പം ആശയം കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ടോ? കുറച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, കുറച്ചൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം നിങ്ങളുടെ റിസർച്ചിൽ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ഫാൽസിഫിക്കേഷനാണ്. ആരെങ്കിലും എഴുതി വെച്ചിട്ടുള്ള തിയറി നിങ്ങളുടെ ഡേറ്റയ്ക്ക് ഓക്കെ ആണോ, നിങ്ങളുടെ ഡേറ്റ അനുസരിച്ച് ശരിയാണോ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ പോകുക. അത് തന്നെ ആയിരിക്കണമെന്നില്ല റിസർച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തിയറി കൊണ്ടുവന്നിട്ട് എക്സിസ്റ്റിംഗ് ഡേറ്റ അതിനെ പ്രൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അവിടെയും നമ്മൾ ഈ ഫാൽസിഫിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഫാൽസിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉപയോഗിക്കേണ്ടതാണ്. ആ ഫാൽസിഫിക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ ഒരു സ്റ്റെപ്പാണ്. അപ്പൊ ഈ സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിഡക്റ്റീവ് ഈ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് മെത്തേഡിൽ അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Make a set of observations regarding the phenomenon being studied. മലയാളം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബോധ്യമാക്കുന്നതാണ്. Form a hypothesis that might explain the observations. ഇതാണ് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നത് ഇൻഡക്റ്റീവ് സ്റ്റെപ്പാണ്. Identify the implications and outcomes that must follow if the hypothesis is to be true. Perform other experiments or observations to see if any of the predicted outcomes fail. If any predicted outcomes fail, the hypothesis is proven false. Since if A implies B, then not B implies not A. That is the deductive logic. It is then necessary to change the hypothesis and go back to step 3 and start the process again. If the predicted outcomes are confirmed,
the hypothesis is not proof, but rather can be said to be consistent with the known data. So the scientific method means induction plus deduction. Induction matram pora, deduction matram pora, random kudi ayirikkum. അതുകൊണ്ടാണ് നമുക്ക് ഹൈപ്പോത്തറ്റിക് ഓർ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തിസിസ്, ഇൻഡക്ഷൻ പ്ലസ് ഡിഡക്ഷൻ. ഓക്കെ, ഇത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇഫ് ദ ഹൈപ്പോത്തിസിസ് പാസസ് ദ ടെസ്റ്റ്, നമുക്കൊരു തിയറി കിട്ടും. ഇഫ് ദ തിയറി സർവൈവ്സ് ദ ടെസ്റ്റ് ഓഫ് അതർ സയന്റിസ്റ്റ്, നമുക്കൊരു ലോ കിട്ടും, ഒരു നിയമം. If methodologically careful in collecting data and forming the testing the hypothesis, we are assured of success. So, നമ്മൾ ഡാറ്റ എടുത്ത് ഒരു ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്താൽ അത് നമ്മുടെ തിയറി ആയിട്ട് പറയാൻ പറ്റും. മറ്റുള്ളവർക്കും അവരുടെ ഡാറ്റ എടുത്ത് ഇത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ലോ ആയിട്ട് മാറും. എന്നാൽ തന്നെയും ഇതൊരു പക്ഷേ എവിടെയെങ്കിലും വെച്ച് ഡിസ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. In physical experiments, variables and factors can be controlled and manipulated very precisely, and the discoveries can be formulated in mathematics as exactly as they are in reality. അതാണ് ഈ ഫിസിക്കൽ സയൻസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ സയൻസുകളിൽ എക്സ്പെരിമെന്റ്സ് നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം മറ്റെല്ലാ കണ്ടീഷൻസും നമുക്കൊരു സ്റ്റാൻഡേർഡ് എൻവയോൺമെന്റ്, ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ലബോറട്ടറിയിൽ ഉണ്ടാക്കി നമുക്ക് ആ ടെസ്റ്റിംഗ് നടത്താൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല സോഷ്യൽ സയൻസസ്. ഞാൻ ആ പ്രശ്നത്തിലേക്ക് വരികയാണ്. Are social scientists able to carry out experiments and gather data in such controlled environments under the hypothesis of ceteris paribus? എന്താണ് ഈ ceteris paribus? All other things remaining the same. അതാണ് ഈ ഫിസിക്കൽ എക്സ്പെരിമെന്റ്സിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. All other things are being the same. മറ്റെല്ലാ കാര്യങ്ങളും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റൽ എൻവയോൺമെന്റ് നമുക്ക് സോഷ്യൽ സയൻസസിൽ കൊണ്ടുവരാൻ പറ്റുമോ? സാധാരണഗതിയിൽ അത് സാധ്യമല്ല. അതുകൊണ്ടാണ് സാമുവൽസണും നോർഡോസും അവരുടെ ഈ പ്രസിദ്ധമായ അവരുടെ എക്കണോമിക്സ് എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇതാണ് വളരെ വളരെ പ്രസിദ്ധമായൊരു ബുക്കാണ്. ആദ്യം സാമുവൽസൺ എഴുതി, പിന്നീട് സാമുവൽസണും നോർഡോസും കൂടി അത് പുതിയ എഡിഷൻ ഉണ്ടാക്കി 1985. അവർ പറയുന്നത് ഇതാണ്: വൺ പോസിബിൾ വേ ഓഫ് ഫിഗറിംഗ് ഔട്ട് എക്കണോമിക് ലോസ് ഈസ് ബൈ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. നമ്മൾ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് നടത്തുക. Economists, however, cannot perform the controlled experiments of chemists or biologists because they cannot easily control other important factors. Like astronomers or meteorologists, they must be content largely to observe. എക്കണോമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയന്റിസ്റ്റുകൾക്ക് എക്സ്പെരിമെന്റ്സ്, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് നടത്താനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ അസ്ട്രോണമേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ മീറ്റിയോറോളജിസ്റ്റിനെ പോലെയോ അന്തരീക്ഷ സ്ഥിതി അളക്കുന്നവരെ പോലെയോ നമുക്ക് ഒബ്സർവേഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. എക്സ്പെരിമെന്റ്സ് നടത്താൻ പറ്റില്ല എന്നാണ് സാമുവൽസൺ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് പിൽക്കാലത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സാമുവൽസണും നോർഡോസും ഇത് പറയാൻ കാരണം പണ്ട് ജോൺ സ്റ്റുവർട്ട് മിൽ 1806 to 73 argued that the deductive approach is the only method available to social science, as the experimental approach is inefficacious in social science. അതായത് എക്സ്പെരിമെന്റൽ മെത്തേഡ് സോഷ്യൽ സയൻസിൽ നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡിഡക്റ്റീവ് അപ്രോച്ച് മാത്രമേ സോഷ്യൽ സയൻസിൽ ചെയ്യാൻ പറ്റൂ എന്ന് ജോൺ സ്റ്റുവർട്ട് മിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. Mill വീണ്ടും പറയുന്നു, but we affirm that the method a priori is a legitimate method of philosophical investigation in the moral sciences.
എല്ലാ സോഷ്യൽ സയൻസസിലും ഈ ഒബ്സർവേഷണൽ മെത്തേഡ് മാത്രമേ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, experimental tradition in science started around 1600 with the first physics experiments. ഫിസിക്സിലാണ് ആദ്യ എക്സ്പെരിമെന്റ്സ് നടന്നത്. ഗലീലി നിങ്ങൾക്കറിയാം, ഹ്യൂഗൻസ് ഡച്ച് ഫിസിസിസ്റ്റ്, അദ്ദേഹത്തെ കുറിച്ച് പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കെപ്ലർ ജർമ്മൻ ആസ്ട്രോണമർ, പിന്നെ പാസ്കൽ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ, ഐസക് ന്യൂട്ടൺ, ഇവരെല്ലാവരും എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തവരാണ്. Chemistry emerged as an experimental science 2 centuries later with Robert Boyle and Lavoisier. ലവോസിയറെ കുറിച്ചൊക്കെ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? റോബർട്ട് ബോയിലും പഠിച്ചിട്ടുണ്ടായിരിക്കും ഫിസിക്സിൽ. And biology, long considered incapable of carrying out experiments because it focused on life itself, became experimental after the second half of the 19th century. ആദ്യകാലത്ത് ബയോളജി എന്ന് പറയുന്നത് ലൈഫ് സയൻസ് ആണ്. ലൈഫ് സയൻസിൽ എക്സ്പെരിമെന്റ്സ് ഒന്നും പറ്റില്ല, അതുകൊണ്ട് ബയോളജിയിൽ എക്സ്പെരിമെന്റ്സേ പറ്റില്ല എന്ന് കുറെ നാൾ കരുതിയിരുന്നു. പക്ഷേ ബയോളജിയും became experimental after the second half of the 19th century with Mendel and Louis Pasteur. ലൂയി പാസ്റ്ററിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം അല്ലേ? പാസ്റ്ററൈസേഷൻ മെത്തേഡ് അറിയില്ല. എന്താണ് പാസ്റ്ററൈസേഷൻ മെത്തേഡ്? മിൽമ പാലൊക്കെ ഇവിടെ കിട്ടാറില്ല, അതിൽ എഴുതിയിട്ടില്ലേ പാസ്റ്ററൈസ്ഡ് മിൽക്ക് എന്ന്? എന്ന് വെച്ചാൽ അത് ഡയറക്റ്റായിട്ട് നമുക്ക് കവറിൽ നിന്ന് നേരിട്ട് കുടിക്കാം, കുഴപ്പമൊന്നും വരില്ല. കാരണം അത് കുറച്ച് തിളപ്പിച്ചതാണ്, നമ്മൾ വീണ്ടും തിളപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. Development of experimental methods in medical science. Rasis 854 to 925, the Persian polymath. Polymath എന്ന് പറഞ്ഞാൽ a master of all subjects എന്നാണ് polymath. Okay, master of all subjects. പിന്നെ അബിസിനെ കുറിച്ച് നിങ്ങൾ കുറഞ്ഞ വർഷം ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? Development of experimental methods in social science. അത് പറ്റില്ല എന്നാണ് നമ്മുടെ മില്ലും പിൽക്കാലത്ത് സാമുൽസനും ഒക്കെ പറഞ്ഞത് അല്ലേ? പക്ഷേ അതും സാധ്യമായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. The theory of probability had a design of experiments in its basic conduct with Daniel Bernoulli and R.F. Fisher. സ്റ്റിഗ്ലർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഹിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അതാണ് ഈ 1999 ബുക്ക്. ആൻഡ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് എക്സ്പെരിമെന്റേഷൻ ഇൻ സൈക്കോളജി വിത്ത് ഇറ്റ്സ് ഏർലി അഡോപ്ഷൻ ഓഫ് പ്രോബബിലിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സൈക്കോളജിക്ക് മുൻപേ ഉണ്ടായിരുന്നു, ബയോളജിയിലും സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യകാലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ബയോമെട്രിക്സ് എന്നുള്ള ശാഖ ഉണ്ടായത്. ഇക്കണോമെട്രിക്സ് ഒക്കെ വരുന്നതിന് വളരെ 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 മുൻപ്. അത് കഴിഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് നടത്തിയത് സൈക്കോളജിയിലാണ്. അങ്ങനെയാണ് സൈക്കോമെട്രിക്സ് എന്നുള്ള ശാഖ നമുക്ക് കിട്ടിയത്. ബയോമെട്രിക്സ്, സൈക്കോമെട്രിക്സ്. അത് കഴിഞ്ഞ് ഈ 20th സെഞ്ചുറി 1936 അടുത്താണ് ഇക്കണോമെട്രിക്സ് എന്നുള്ള ശാഖയുണ്ടായത്. ഇന്ന് എല്ലായിടത്തും നമ്മൾ എക്കണോമെട്രിക്സ് ആണ് പറയുന്നത്. ഈ ബയോമെട്രിക്സും, അതായത് ബയോളജിയിലും നമ്മൾ ഇക്കണോമെട്രിക്സ് പറയുന്നു, സൈക്കോളജിയിലും ഇക്കണോമെട്രിക്സ് പറയുന്നു. ആ സൈക്കോമെട്രിക്സ് എന്നുള്ള വാക്ക് ഇപ്പോഴില്ല. പൊളിറ്റിക്സിലും ഹിസ്റ്ററിയിലും എല്ലായിടത്തും നമുക്കിപ്പോൾ ഇക്കണോമെട്രിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. പൊളിറ്റിക്കോമെട്രിക്സ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ശാഖ തന്നെ ഇപ്പോൾ ഉണ്ട്. പൊളിറ്റിക്കോമെട്രിക്സ്, പൊളിറ്റിക്സിൽ ഇക്കണോമെട്രിക്സ് അപ്ലൈ ചെയ്തു തുടങ്ങി. ട്രയമെട്രിക്സിനെ കുറിച്ച് പ്രിൻസിപ്പൽ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എവിടെ അപ്ലൈ ചെയ്തതാ? ഹിസ്റ്ററി, റൈറ്റ്? ലബോറട്ടറി എക്സ്പെരിമെന്റ്സിന് ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ്സ് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ആ റിഫ്ലക്സ് ആക്ഷൻ
ഈ പട്ടിക്ക് പതിവായിട്ട് ആഹാര സാധനം കൊടുത്ത് പിന്നീട് അത് മാറ്റിവെച്ച് കാണിക്കുമ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് ഈ സലൈവ വരുന്നത് ഓർക്കുന്നുണ്ടോ? ആ, അതും ഒരു ലാബ് എക്സ്പെരിമെന്റ് ആയിരിക്കും. ഒട്ടേറെ സൈക്കോളജിസ്റ്റുകൾ ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. Then social reformers Sidney and Beatrice Berger pointed out in 1932 there is far more experimentation going on in the world sociological laboratory in which we all live than in any other kind of laboratory. But most of this social experimentation is unwrapped in secrecy and thus yields nothing to science. Between the end of World War II and the beginning of the 1960s, experimental economics emerged through some scattered multidisciplinary initiatives in the US and in Europe, mainly in Germany. So in economics also we have a particular branch, experimental economics. Another branch is behavioral economics. ആളുകളുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത് അതും ത്രൂ എക്സ്പെരിമെന്റ്സ്. Then pioneering experiments in three great topics that still greatly structure the research are the individual decisions, decision making, the game theory, the market mechanism. ഈ മൂന്ന് രംഗങ്ങളിലുള്ള ഒട്ടേറെ എക്സ്പെരിമെന്റ്സ് ആണ് നമ്മുടെ എക്സ്പെരിമെന്റൽ എക്കണോമിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Besides the game theory, other contributory sources to the experimental economics include neural networks, artificial intelligence. കുറച്ചൊക്കെ നിങ്ങൾ ഇതേക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ മൊബൈലിൽ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ ഇല്ലേ? അതിലൊരു പക്ഷേ ഈ ന്യൂറൽ നെറ്റ്വർക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെയുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. കോഗ്നിറ്റീവ് സൈക്കോളജി ആൻഡ് ന്യൂറോബയോളജി. ഓക്കെ, എൻ്റെ ഒരു MPR പേപ്പർ ഉണ്ട് കേട്ടോ, അതും ആ റിസർച്ച് ഗേറ്റിൽ അവൈലബിൾ ആണ്. ഇൻ കോസ്റ്റ് ഓഫ് ട്രൂത്ത്, ദ വാർ ഓഫ് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. In less than half a century, laboratory experiments have known an extraordinary success among economists and social scientists. And one such method is the randomized controlled experiments or trials. ഒരു 2 വർഷം മുൻപ് ഒരു ഇന്ത്യക്കാരന് നോബൽ പ്രൈസ് കിട്ടിയത് ഓർക്കുന്നു? പേരോർക്കുന്നു? ആരാണെന്ന് ആരെങ്കിലും ഓർക്കുന്നു? ഓക്കെ, ഇത് ഞാനൊന്ന് വിളിക്കുക. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പേര്? അഭിജിത് ബാനർജി, 2019 Nobel Prize in Economics. Abhijit Banerjee and his wife Esther Duflo and co-worker Michael Krieger. അവർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്. എന്തിനു വേണ്ടിയാണ് കിട്ടിയതെന്നല്ല, ഈ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് നടത്തിയത്. അതായത് എക്സ്പെരിമെന്റൽ എക്കണോമിക്സിന് വേണ്ടിയുള്ള ഒരു സമ്മാനമായിരുന്നു ആ നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് കമ്മിറ്റി പറയുന്നത് ഇങ്ങനെയാണ്: The laureates have played a decisive role in reshaping research in development economics. Their research has already helped in alleviating global poverty and has great potential to further improve the lives of the most impoverished people on the planet. So, ഞാൻ വീണ്ടും സ്റ്റെപ്സ്, സയന്റിഫിക് മെത്തേഡിലുള്ള സ്റ്റെപ്സ് പറയുകയാണ്. Make an observation or set of observations. Invent testable hypothesis to explain the observations. Test the hypothesis with further experiments or observations. If necessary, revise the hypothesis and test the revised hypothesis. Continue testing the hypothesis. If the hypothesis stands up to repeated testing, it gets to be a theory.
Continue testing the theory. If the theory stands up to repeated testing again, it eventually gets to be a law. Continue testing the theory, the law. So, scientific theory is നമുക്ക് ഈ ഒരു ഇറ്ററേഷൻ പ്രോസസ് ആണ് പൊതുവിൽ കാണാൻ പറ്റുന്നത്. ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം തിയറിയിൽ എത്തിച്ചേരുന്നതാണ് പ്രധാനം. ഡേറ്റ ഓൾറെഡി എക്സിസ്റ്റിംഗ് തിയറി നമുക്ക് എടുക്കാം, അതിൽ നിന്ന് ഒരു ഹൈപ്പോത്തിസിസ് എടുക്കാം, അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ കേരള കോണ്ടെക്സ്റ്റിൽ ഒക്കെയാണോ അല്ലയോ എന്നുള്ളത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കും, ഫാൾസിഫയബിൾ ആണോ അല്ലയോ എന്ന് നോക്കും, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ചെയ്യും, എന്നിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അത് ഒരുപക്ഷെ എക്സിസ്റ്റിംഗ് തിയറിയെ കോറോബറേറ്റ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് നിങ്ങളുടേതായ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്യാൻ. അതല്ല, കോറോബറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഒരു ഇത് ഈ ലോക്കൽ സിറ്റുവേഷനിൽ ആ തിയറി കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ മെത്തേഡ് ആണ് നമ്മൾ പൊതുവിൽ നോക്കേണ്ടത്. ഇനി ഡിസ്കഷൻ ടൈമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പറ്റും. ഇത്രയും നേരം നിങ്ങളൊന്നും ചോദ്യം ചെയ്യാം. So I have a question related to falsification. Does falsification require actual observation, or at least even a logical possibility of disproving will be sufficient to falsify? Actually, falsification needs original data.